മുല്ല, തുമ്പ, കോളാമ്പി ഏതെല്ലാം പൂക്കളാണല്ലേ അമ്മേ നമുക്ക് ചുറ്റും. കണ്ണിന് കുളിർമയും ഒപ്പം സുഗന്ധവും പരത്തുന്ന സുന്ദരി പൂക്കൾ. അത് മാത്രമല്ല ആദി, ഈ പൂക്കൾ ജീവന്റെ പ്രത്യാശയെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നവയാണ്. അതെങ്ങനെ? പൂക്കൾക്ക് അങ്ങനെയും ഒരു കഴിവുണ്ടോ? ഉണ്ടല്ലോ. പി മധുസൂദനൻ അദ്ദേഹത്തിൻ്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയൊന്ന് വിശദമായി പഠിച്ചു കഴിയുമ്പോൾ ഓരോ പൂവും നാളെയുടെ പ്രതീക്ഷയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളം ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന അതിമനോഹരമായ ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്കുള്ള പുതിയ യാത്രയിലേക്ക് എൻ്റെ മക്കൾ എല്ലാവരും കടന്നിരിക്കുകയാണ്. പുതിയ പുസ്തകങ്ങൾ, പാഠങ്ങൾ, അറിവുകൾ, അനുഭവങ്ങൾ എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് 5ാം ക്ലാസ്സിൻ്റെ മനോഹരമായ ആ ലോകത്തേക്ക് യാത്ര തുടങ്ങാം. 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, EVS സബ്ജക്റ്റുകളുടെ എല്ലാ പാഠഭാഗങ്ങളും നമ്മുടെ ചാനലിലെ ക്ലാസ് 4 എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് പ്ലേലിസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുമല്ലോ. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം. നമ്മുടെ ഈ ലോകത്ത് മനോഹരങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിലൊന്നാണ് പൂക്കൾ. പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാനും അവയെ അങ്ങനെ വെറുതെ നോക്കി നിൽക്കാൻ പോലെ എന്ത് രസമാണല്ലേ. മുടിയിൽ ചൂടാനും മാല കോർക്കാനും പൂക്കളം ഒരുക്കാനും ഒക്കെ നമ്മൾ പലതരം പൂക്കളെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? എന്നാൽ അതിനൊക്കെ അപ്പുറം പൂക്കൾക്കും നമ്മോട് ചിലത് പറയാനുണ്ട്. അതെന്താണെന്നല്ലേ? പ്രതിസന്ധികളിൽ തളരാതെ പുഞ്ചിരിയോടെ മുന്നേറണമെന്നാണ് പൂക്കൾ നാം മനുഷ്യർക്ക് നൽകുന്ന പാഠം. അതുമാത്രമല്ല, നമ്മൾ ഭൂമിയിൽ കാണുന്ന ഓരോ പൂവും മണ്ണ് കാണുന്ന മനോഹരമായ സ്വപ്നങ്ങളാണ്. മണ്ണ് ഒരു അമ്മയെപ്പോലെ ഈ പൂക്കളെ പരിപാലിക്കുന്നുവെന്നും കവി നമ്മോട് പറയുന്നുണ്ട്. മണ്ണിൻ്റെ കിനാവുകളായി, പ്രതീക്ഷകളായി നിത്യവും വിരിയുന്ന കുഞ്ഞു പൂക്കളുടെ വിസ്മയത്തെക്കുറിച്ചാണ് പി മധുസൂദനൻ്റെ ഈ കവിത. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ നിഗൂഢതകളെയും വൈവിധ്യങ്ങളെയും സ്നേഹത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കാണാൻ ഈ കവിത മനസ്സിലാക്കി കഴിയുന്നതോടെ മക്കൾക്കാവും. കേരള പാഠാവലി മലയാളം പേജ് നമ്പർ 7. ഇത്തിരി പൂവേ കുരുന്നു പൂവേ. ഇവിടെ പ്രവേശക പ്രവർത്തനമായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നതെന്ന് നോക്കിയേ. മഴ പെയ്യുകയാണ്. ഒരു പക്ഷിയാവട്ടെ മരക്കൊമ്പിലിരുന്ന് മഴ നനയുന്നു. ഈ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് പിന്നിലായിട്ട് ഒരു കുട്ടി നിൽപ്പുണ്ട്. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാം. മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ച് ഇരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. അതായത് ചിത്രത്തിൽ കാണുന്ന കുട്ടി വളരെയധികം ആസ്വദിച്ച് മഴ പെയ്യുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ എന്താണ് പറയുന്നത്? മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ അവനൊരു കാഴ്ച കണ്ടു. തൊട്ടടുത്തുള്ള മരക്കൊമ്പിൽ ഒരു പക്ഷി അങ്ങനെ തണുത്തു വിറച്ച് മഴ നനഞ്ഞ് ഇരിക്കുന്നു. അതിൻ്റെ ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടിയെപ്പോലെ പക്ഷിയും മഴ ആസ്വദിക്കുകയാണ്. പക്ഷിക്കും മഴ കാഴ്ചകൾ രസം പകരുന്നതാണെന്നാണ് അവൻ പറയുന്നത്. ഇനി താഴെ ചോദിച്ചിരിക്കുന്നത്, ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ എന്നാണ്. ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, മഴവെള്ളം മണ്ണിൽ മറയുന്നു. ഇനി എന്തൊക്കെ എഴുതാം? ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1. തിണ്ണയിലിരുന്ന് മഴ കാണുന്നത്. മഴയുടെ തണുപ്പും ശബ്ദവും ആസ്വദിച്ച് നമ്മുടെ വീടിൻ്റെ തിണ്ണയിലിരിക്കുന്നത് മനോഹരമായ ഒരു അനുഭവമാണ്. 2. മരം പെയ്യുന്നത്. എന്താണ് മരം പെയ്യുക എന്നാൽ? മഴ കഴിഞ്ഞും മരത്തിൽ നിന്നും മഴത്തുള്ളികൾ വീഴുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതിനെയാണ് മരം പെയ്യുക എന്ന് പറയുന്നത്. 3. പക്ഷി ഇടയ്ക്കിടെ ചിറക് കുടയുന്നത്. മഴവെള്ളം കളയാൻ വേണ്ടി പക്ഷി ചിറക് കുടയുന്നത് കാണാനും നല്ല ഭംഗിയാണ്. മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിരിക്കുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും? മണ്ണ് കാണുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ മണ്ണിൻ്റെ ആഗ്രഹങ്ങളാണ് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതാം.
പുതുമഴയുടെ നനവെത്തിയപ്പോൾ മണ്ണിൻ്റെ മടിയിൽ ഒളിച്ചു കിടന്ന വിത്തുകൾ ഓരോന്നായി മുള പൊട്ടുന്നതും കരിഞ്ഞുണങ്ങി നിന്ന മരങ്ങളും ചെടികളും പുതുജീവൻ ലഭിച്ച് ഉണരുന്നതും ഉണങ്ങിയ കൊമ്പുകളിൽ തളിരിലകൾ ഉണ്ടാകുന്നതുമെല്ലാം മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും. തന്നിലേക്ക് വേരുറപ്പിച്ചു നിൽക്കുന്ന സസ്യങ്ങളിലൊക്കെ പൂക്കളും കായ്കളും നിറയുന്നതും കിളികളും മറ്റു ജീവികളും അതെല്ലാം ഭക്ഷിച്ചും കൂടുകൂട്ടിയും സന്തോഷിക്കുന്നതും മണ്ണ് സ്വപ്നം കണ്ടിട്ടുണ്ടാകും. തന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ കൂടി മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും. പേജ് നമ്പർ 8 പോകുമ്പോൾ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയുമായി ബന്ധപ്പെടുത്തി വളരെ മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ചിത്രം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ മക്കളെ, എത്ര തരത്തിലുള്ള പൂക്കളാണ് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. തുമ്പയും മുക്കുറ്റിയും പനിനീർപ്പൂവും ജമന്തിയും മുല്ലയും ശംഖുപുഷ്പവും എല്ലാം പ്രകൃതിയുടെ മക്കളായി പിറക്കുന്നവരാണ്. ശ്രദ്ധിച്ചു നോക്കിയേ, മണ്ണിനെ അമ്മയായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മണ്ണിന് ഒരു അമ്മ മുഖമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അമ്മയാകുന്ന മണ്ണിൽ നിന്നും ജന്മം കൊള്ളുന്നവരാണ് എല്ലാ പൂക്കളും. ഇനി നമുക്ക് കവിത ചൊല്ലി നോക്കാം. മണ്ണിൻ്റെ കിനാവുകൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി നീർമലരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ, പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ, പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. കവിത ചൊല്ലിക്കേട്ടല്ലോ മക്കളെ. ഇനി നമുക്ക് കവിതയുടെ ആശയം എന്തെന്നറിയണ്ടേ? ഓരോ വരിയുടെയും അർത്ഥം എന്താണെന്നറിയണ്ടേ? ഓക്കെ, മണ്ണിൻ്റെ കിനാവുകൾ എന്നാണല്ലോ കവിതയുടെ പേര്. മണ്ണ് തൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന മനോഹരമായ സ്വപ്നങ്ങളാണ് മണ്ണിൽ വിരിയുന്ന ഓരോ പൂക്കളും. അതാണ് ഈ കവിതയിൽ മനോഹരമായി കവി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ 4 വരി നോക്കാം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. കവിതയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏത് പൂവിനെക്കുറിച്ചാണ് മക്കളെ? മുക്കുറ്റി പൂവിനെക്കുറിച്ചാണ്. മുക്കുറ്റി പൂവ് കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൊൻവെയിലിൻ്റെ നിറം പോലെ, അതായത് നല്ല തെളിമയാർന്ന മഞ്ഞ നിറത്തോടു കൂടിയ മുക്കുറ്റിപ്പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സൂര്യപ്രകാശത്തിൽ കുരുത്ത, കുരുത്ത എന്നാൽ മുളച്ച മുക്കൂറ്റുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രം പോലെയുള്ള കുഞ്ഞു മഞ്ഞ പൂക്കളുമായിട്ട് മുറ്റത്തും തൊടിയിലുമൊക്കെ ഓണക്കാലത്ത് ധാരാളമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവാണ് ഈ മുക്കുറ്റിപ്പൂക്കൾ. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി. പൂക്കളെക്കുറിച്ചുള്ള കവിതയാണല്ലോ.
അതുകൊണ്ട് ദശപുഷ്പങ്ങൾ എന്താണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ദശപുഷ്പങ്ങൾ എന്നാൽ കേരളത്തിലെ തനത് നാട്ടുചെടികളായ 10 ഔഷധ സസ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവയിൽ പൂക്കളേക്കാൾ ഇലകൾക്കാണ് ആയുർവേദത്തിലും ഹൈന്ദവ ആചാരങ്ങളിലുമൊക്കെ പ്രാധാന്യം നൽകുന്നത്. തിരുവാതിര വ്രതം, കർക്കിടക മാസ പൂജകൾ തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ സ്ത്രീകൾ ഇവ തലയിൽ ചൂടുകയും ഔഷധക്കൂട്ടുകൾക്കായിട്ട് ഉപയോഗിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. ദശപുഷ്പങ്ങളുടെ പേരുകൾ കൂടി പറഞ്ഞു തരാം. കറുക, മുക്കുറ്റി, വിഷ്ണുക്രാന്തി, തിരുതാളി, പൂവാം കുരുന്നില, കയ്യോന്നി, മുയൽ ചെവിയൻ, ഉഴിഞ്ഞ, നിലപ്പന, ചെറുള ഇവയൊക്കെയാണ് ദശപുഷ്പങ്ങൾ. ജസ്റ്റ് മക്കളുടെ അറിവിലേക്കായി ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റി പൂവിനെ കുറിച്ചാണ് നമ്മുടെ കവിതയിലെ ആദ്യ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വരിയിൽ ഏത് പൂവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? തുമ്പപ്പൂവിനെ കുറിച്ചാണല്ലേ. പൂനിലാവൂ നുകർന്ന പൂത്തുമ്പകൾ. ചന്ദ്രൻ്റെ പ്രകാശം, അതായത് പൂനിലാവ് നുകർന്ന എന്നാൽ ആസ്വദിച്ച തുമ്പപ്പൂക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നാട്ടിൻപുറങ്ങളിലെല്ലാം സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പൂവാണ് തുമ്പപ്പൂവ്. ഏതാണ് തുമ്പപ്പൂവിൻ്റെ നിറം? വെളുത്ത നിറമാണ് തുമ്പപ്പൂവിന്. ഓണപ്പൂക്കളത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പൂവാണ് തുമ്പപ്പൂവ്. അതുപോലെ തന്നെ തുമ്പച്ചെടിയുടെ ഇലയും വേരും പൂവുമെല്ലാം ഔഷധമാണ്. അടുത്ത വരികൾ നോക്കാം മക്കളെ. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. ഏത് പൂവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ജമന്തി പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സന്ധ്യയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക നിറമില്ലേ? മഞ്ഞയല്ല, എന്നാൽ കുറച്ചുകൂടി കടുത്ത ഒരു ഓറഞ്ച് നിറം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഓറഞ്ച് നിറത്തിലുള്ള, കടുത്ത മഞ്ഞ നിറത്തിലുള്ള സന്ധ്യ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ലാളിച്ചത് കൊണ്ട് ആ സന്ധ്യയുടെ ചന്തം എന്താണ്? ഭംഗിയാകെ പകർന്നു കിട്ടിയ ഏത് പൂക്കളാണ്? ജമന്തി പൂക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എത്ര മനോഹരമായൊരു വർണ്ണനയാണല്ലേ. ഓക്കെ, വെള്ള, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലൊക്കെയാണ് സാധാരണയായിട്ട് ജമന്തിപ്പൂക്കൾ കാണാറുള്ളത്. നല്ല സുഗന്ധമല്ലേ ജമന്തിപ്പൂക്കൾക്ക്? മാല കെട്ടാനും ഓണപ്പൂക്കളം ഒരുക്കാനും ഒക്കെ ജമന്തിപ്പൂക്കൾ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്ത വരി നോക്കാം. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. അടുത്തത് ഏത് പൂവാണ്? കോളാമ്പി പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വേലിയിൽ നക്ഷത്രം കണക്കെ, നക്ഷത്രത്തിനോടാണ് കോളാമ്പി പൂക്കളെ ഇവിടെ കവി ഉപമിച്ചിരിക്കുന്നത്. നക്ഷത്രം കണക്കെ നല്ല മഞ്ഞ നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന കോളാമ്പി പൂക്കൾ. പൂന്തോട്ടങ്ങളിലും വഴിയോരങ്ങളിലുമൊക്കെ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൂക്കളെ കണ്ടിട്ടില്ലേ? മഞ്ഞപ്പൂക്കൾ, കോളാമ്പി പൂക്കൾ. എല്ലാ ദിവസവും പൂക്കുന്ന പൂക്കളാണ് ഈ കോളാമ്പി പൂക്കൾ എന്ന് പറയുന്നത്. ചില്ലകളുടെ അറ്റത്ത് കുലകളായിട്ടാണ് പൂക്കൾ കാണപ്പെടുന്നത്. അടുത്ത വരിയിൽ പറഞ്ഞിരിക്കുന്നത് പനിനീർ പൂക്കളെ കുറിച്ചാണ്. എന്താണ് പനിനീർ പൂക്കൾ? റോസാപ്പൂക്കൾ അല്ലേ. കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. അതായത് കാറ്റിലേക്ക് തൻ്റെ നല്ല സുഗന്ധം പരത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിതറിക്കൊണ്ട്. അതാണ് ചേറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. ചേറ്റി നിൽക്കുന്ന പനിനീർ പുഷ്പങ്ങൾ. മലരെന്നാൽ എന്താണ്? പൂവെന്നാണ് അർത്ഥം. അതായത് പനിനീർ പൂക്കൾ. ഏതൊക്കെ നിറത്തിലുള്ള പനിനീർ പൂക്കൾ മക്കൾ കണ്ടിട്ടുണ്ട്? ഒന്ന് ഓർത്ത് നോക്കിയേ. നല്ല സുഗന്ധവും ഭംഗിയും ഒക്കെയുള്ള പൂക്കളല്ലേ പനിനീർ പൂക്കൾ? മഞ്ഞ, ചുവപ്പ്, റോസ്, വെള്ള തുടങ്ങി പല നിറങ്ങളിലുള്ള പനിനീർ പൂക്കളുണ്ടല്ലേ. പനിനീർ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന പനിനീർ പൂക്കളിൽ നിന്നാണ്. അടുത്ത വരിയിൽ കുരുക്കുത്തി മുല്ലപ്പൂവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. നല്ല സുഗന്ധമുള്ള ഒരിനം മുല്ലപ്പൂവാണ് ഈ കുരുക്കുത്തി മുല്ല. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ല എന്ന് പറയുമ്പോൾ എന്താണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവ രാത്രിയിലാണ് വിരിയുന്നത്. അതുകൊണ്ടാണ് രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകളെന്ന് പറഞ്ഞിരിക്കുന്നത്. കുരുക്കുത്തി മുല്ലപ്പൂവിനെ കുറിച്ച് മനസ്സിലായല്ലോ. രാത്രിയിൽ വിരിയുന്ന നല്ല സുഗന്ധമുള്ള മണമുള്ള പൂക്കളാണ് കുരുക്കുത്തി മുല്ലപ്പൂക്കൾ. ചിത്രശലഭങ്ങളെ ആകർഷിക്കാനായിട്ടാണ് വെളുത്ത നിറവും നല്ല സുഗന്ധവുമൊക്കെ ആ പൂക്കൾക്കുള്ളത്. ഓക്കെ, അടുത്ത വരി നോക്കാം. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ഏത് പൂവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായോ? കൃഷ്ണകിരീടം. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പൂവിൻ്റെ പേര്?
നാട്ടിൻപുറങ്ങളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഓണപ്പൂക്കളത്തിലൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ള ഒരു പൂവാണ് കൃഷ്ണകിരീടം. കിരീടത്തിൻ്റെ ആകൃതിയിലാണ് ആ പൂക്കളുടെ പൂങ്കുല വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കവി എന്തു പറഞ്ഞിട്ടുള്ളത്? രാജമുദ്രയണിഞ്ഞ ചെന്താരുകളെന്ന് പറഞ്ഞിട്ടുള്ളത്. രാജാധികാരത്തിൻ്റെ അടയാളമായ കിരീടത്തിൻ്റെ ആകൃതിയിലുള്ള പൂവ്. മനസ്സിലായല്ലോ? അടുത്ത വരി നമുക്ക് നോക്കാം. ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാ മലരുകൾ. ഏത് പൂവിനെ കുറിച്ചാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ വാടാ മല്ലിപ്പൂവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വാടാമല്ലിപ്പൂക്കളെ കവി എങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്? നമ്മൾ പൊട്ടു തൊടാറില്ലേ, അതേപോലെ ഭൂമി ചാർത്തിയ ഒരു കുങ്കുമപ്പൊട്ടു പോലെയാണ്, ഭൂമിയുടെ ഒരു അലങ്കാരമായിട്ട് തന്നെയാണ് കവി ഇവിടെ വാടാമല്ലിപ്പൂവിനെ വർണ്ണിച്ചിരിക്കുന്നത്. തൂമ എന്താണ്? ഭംഗി. തൂമയേറിടും വാടാമലരുകൾ, ഭംഗിയേറിയ വാടാമല്ലിപ്പൂക്കൾ. ഓക്കെ, അടുത്ത വരികൾ നോക്കാം. നെക്സ്റ്റ് പേജ്. പൂക്കൾ എത്രയോ പൂക്കളി ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. അതായത് അനേകായിരം പൂക്കളല്ലേ ഒരൊറ്റ ദിവസം തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ വിടരുന്നത്. അതുകൊണ്ടാണ് പൂക്കൾ എത്രയോ പൂക്കളി ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഭൂമിയെ ഈ കവിതയിൽ എങ്ങനെയാണ് കാണുന്നത്? മണ്ണിനെ എങ്ങനെയാണ് കാണുന്നത്? അമ്മയായാണ് കാണുന്നത്, അമ്മയായാണ് സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ, മണ്ണിൻ്റെ, ഭൂമിയുടെ മക്കളായിട്ടാണ് ഓരോ ദിവസവും ഒരുപാട് പൂക്കൾ ജനിക്കുന്നത്, പിറക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിറക്കുക എന്നാൽ ജനിക്കുക, നിത്യവും എന്നാൽ എല്ലാ ദിവസവും. അർത്ഥം മനസ്സിലായല്ലോ മക്കളെ? അടുത്ത വരികൾ നോക്കാം. നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. വാനം എന്താണ് മക്കളെ? ആകാശം. നീലവാനം എന്നാൽ എന്താണ്? നീലാകാശം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീലവാനം മിഴികളിലുള്ള പൂക്കളുണ്ടെന്നാണ്. നീലവാനത്തിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ നിറവും വിശാലതയും ഭംഗിയുമൊക്കെ നീലവാനത്തിൻ്റെ പ്രത്യേകതകളാണല്ലേ. അങ്ങനെയുള്ള നീലവാനം മിഴികളിലുള്ള പൂക്കളുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മിഴി എന്താണ്? കണ്ണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളുടെയും നല്ല വശങ്ങൾ മാത്രം കാണാനും വിശാലമായി ചിന്തിക്കാനും മറ്റു കാര്യങ്ങളുടെ ഭംഗി മാത്രം കണ്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന ആളുകളും നമുക്കിടയിലുണ്ട് എന്നും ഒരർത്ഥമുണ്ട്. ഓരോ കാര്യങ്ങൾ കാണാനും അറിയാനുമുള്ള നാം മനുഷ്യരുടെ കൗതുകവും അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും അതിൻ്റെ സൗന്ദര്യവുമൊക്കെയാണ് നീലവാനം മിഴികളിലുള്ളവർ എന്ന വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത വരി എന്തായിരുന്നു? നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. നീരെന്താണ്? ജലം. നീർക്കണമെന്നാൽ വെള്ളത്തുള്ളികളെയാണ് പറയുന്നത്. നീർക്കണം. പൂക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ മഞ്ഞുതുള്ളികൾ വീണ് കിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരികളിലുള്ളത്. അതായത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയ മക്കളെ, കുറേ പൂവുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. അതിന് മേലേക്ക് വീഴുന്ന വെള്ളത്തുള്ളികൾ, ആ വെള്ളത്തുള്ളികൾ ഒരു മാലയായാണ് കവി ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അടുത്ത വരികൾ. ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഏത് ചൂടിലും വാടാതെ നിൽക്കുന്ന ചില പൂക്കളുണ്ടല്ലേ, അതേപോലെ തന്നെ രാത്രി ഇരുട്ടിൽ വിടരുന്ന പൂക്കളുമുണ്ട്. പൂക്കൾ വിടർന്നു നിൽക്കുമ്പോൾ അത് മന്ദഹാസത്തോടെ, പുഞ്ചിരിയോടെ, ചിരിയോടെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാം മനുഷ്യരുമായി ഈ വരികളൊന്ന് ബന്ധപ്പെടുത്തി നോക്കിയാൽ എന്തർത്ഥമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? ഏത് ചൂടിലും വാടാതെ നിൽക്കുന്ന പൂക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഏത് പ്രതിസന്ധിയിലും തളരാതെ കരുത്തോടെ, ധൈര്യത്തോടെ, ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്ന മനുഷ്യരുമുണ്ട് ഇല്ലേ? അത്യധികം സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളും മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്. അവിടെയൊന്നും തോറ്റുകൊടുക്കാതെ, തകർന്നു പോകാതെ, പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന മനുഷ്യനെക്കുറിച്ചും കവി ഈ വരിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്.
ഏതിരുട്ടിലും മന്ദഹസിപ്പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുട്ടിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൂക്കളെക്കുറിച്ചാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതേപോലെ തന്നെ ഏത് ദുഃഖത്തിനിടയിലും ജീവിതം അങ്ങേയറ്റം വഴിമുട്ടി നിൽക്കുമ്പോഴും ചിരിയിലൂടെ അതിനെ മറികടക്കുന്ന മനുഷ്യരെയും അദ്ദേഹം ഈ വരികളിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ. അതുകൊണ്ട് പൂക്കളുടെ പ്രത്യേകതകളെല്ലാം മനുഷ്യരിലും കണ്ടെത്തുകയാണ് കവി. അവസാനത്തെ 2 വരികൾ കൂടി നോക്കാം. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. ഓമൽ കിനാവ് എന്താണ്? കൗതുകമുള്ള സ്വപ്നം, അല്ലെങ്കിൽ അത്രമേൽ ആർദ്രമായി സ്നേഹപൂർവ്വം നെഞ്ചോട് ചേർത്ത് പിടിച്ചു വച്ചിരിക്കുന്ന സ്വപ്നമാണ് ഓമൽ കിനാവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് മണ്ണ് തൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വലിയ സ്വപ്നമാണ് എന്ത്? മണ്ണിൽ വിരിയുന്ന ഓരോ പൂവും. ഓക്കെ, നിങ്ങൾ മക്കളെക്കുറിച്ചും അമ്മമാർക്ക് വലിയ സ്വപ്നങ്ങളില്ലേ? അതേപോലെ ഭൂമിയാകുന്ന അമ്മയുടെ മക്കളായി പിറക്കുന്ന ഓരോ പൂവിനെക്കുറിച്ചും ഭൂമിയും ഏറെ സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകളാണ്. എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ പ്രതീകമാണ് ഈ പൂക്കൾ. അവ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രേമവും സ്നേഹവും പ്രതീക്ഷയും ഒക്കെ നൽകുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പി മധുസൂദനൻ അദ്ദേഹം എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. ഇനി നമുക്ക് കവിയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയണ്ടേ. പി മധുസൂദനൻ പ്രശസ്തനായ ബാലസാഹിത്യകാരനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്ന നിരവധി കവിതകളും പുസ്തകങ്ങളും ഒക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. അതിനുമപ്പുറം എന്താണ്, പ്രപഞ്ചവും കാലവും, മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം. ഇതിലെ അതിനുമപ്പുറം എന്താണ് എന്ന കവിത UP വിഭാഗം മലയാള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡും ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഈണത്തിൽ താളത്തിൽ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഒരു ഗ്രൂപ്പിൻ്റെ അവതരണം മറ്റ് ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം മക്കൾക്ക് ക്ലാസ് റൂമിൽ ചെയ്യാനുള്ളതാണ്. എന്ത് ചെയ്യാനാണ്? ആദ്യം ഈ കവിത 1-2 പ്രാവശ്യം നന്നായി വായിച്ച് നോക്കുക. മൗനമായിട്ട് മനസ്സിൽ വായിച്ചു നോക്കുക. അതിനുശേഷം ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കവിതയ്ക്ക് ചേരുന്ന ഈണങ്ങളൊക്കെ കണ്ടെത്തി ചൊല്ലി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിൻ്റെ അവതരണം മറ്റ് ഗ്രൂപ്പുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുകയും വേണം. ഓക്കെ. രണ്ടാമത്തെ പ്രവർത്തനം പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക. ഈ പ്രവർത്തനത്തിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് കവിതയിൽ ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. ഏതെല്ലാം പൂക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മക്കളെ ഈ കവിതയിൽ? മുക്കുറ്റി, തുമ്പ, ജമന്തി, കോളാമ്പി, പനിനീർപ്പൂവ്, കുരുക്കുത്തിമുല്ല, കൃഷ്ണകിരീടം, വാടാമല്ലി. 8 പൂക്കളെക്കുറിച്ച് മണ്ണിൻ്റെ കിനാവുകൾ എന്ന ഈ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് താഴെ കുറച്ച് കോളങ്ങൾ തന്നിരിക്കുന്നത് കണ്ടില്ലേ? ആ കളങ്ങളിൽ ഈ പൂക്കളുടെ എല്ലാം വർണ്ണചിത്രം വരയ്ക്കുക. അതായത് ചിത്രം വരച്ചിട്ട് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ കവിതയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പൂക്കളെയും വരച്ച് നിറം കൊടുക്കണേ. ഇനി അതിന് താഴെ പറഞ്ഞിരിക്കുന്നത് നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. നിങ്ങളുടെ നോട്ട് ബുക്കിൽ, മലയാളത്തിൻ്റെ നോട്ട് ബുക്കിൽ ഇഷ്ടമുള്ള പൂക്കളുടെ അത്രയും ചിത്രങ്ങൾ വരയ്ക്കുക, നിറം കൊടുക്കുക. അടുത്ത പേജിലേക്ക് പോകാം. പേജ് നമ്പർ 10. നമുക്കും പൂക്കളാകാം. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറൂ. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. എന്താണ് പ്രവർത്തനമെന്ന് മനസ്സിലായല്ലോ. ഒരു ക്ലാസ് ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ക്ലാസ്സിൽ പൂക്കളുടെ പേരുള്ള പല ഗ്രൂപ്പുകളായി തിരിയുക.
മക്കൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച്, നിങ്ങളുടെ ഗ്രൂപ്പിന് ലഭിച്ച പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കുകയും വേണം. അതിനോടൊപ്പം ആ പൂക്കളുടെ സവിശേഷതകളും ആ അവതരണത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ആദ്യത്തെ പൂവ് ഏതായിരുന്നു? മുക്കുറ്റി. അവതരണത്തിൽ ആദ്യം ചെയ്യേണ്ടത് മുക്കുറ്റിപ്പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ ചൊല്ലുക എന്നുള്ളതാണ്. ഏതായിരുന്നു മക്കളെ ആ വരികൾ? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. ഇനി എന്താണ് പറയേണ്ടത്? ഈ മുക്കുറ്റിപ്പൂവിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഗ്രൂപ്പ് മുക്കുറ്റി പറഞ്ഞു കൊടുക്കണം. എന്തു പറയാം? നക്ഷത്രം പോലുള്ള കുഞ്ഞു മഞ്ഞ പൂക്കളുമായി മുറ്റത്തും തൊടിയിലുമൊക്കെ ഓണക്കാലത്ത് ഞങ്ങൾ ധാരാളമായി വിരിഞ്ഞു നിൽക്കും. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഞാൻ. ഓക്കെ, ഇനി അടുത്ത പൂവ് ഏതാണ്? തുമ്പ. പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. നാട്ടിൻപുറങ്ങളിലെല്ലാം സാധാരണയായി ഞങ്ങളെ കാണാം. വെളുത്ത നിറമാണ് ഞങ്ങൾക്ക്. ഓണപ്പൂക്കളത്തിൽ ഏറ്റവും പ്രാധാന്യം ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ ഇലയും വേരും പൂവും എല്ലാം ഔഷധ ഗുണമുള്ളവയാണ്. ജമന്തി. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. ഇനി ജമന്തിപ്പൂവിൻ്റെ സവിശേഷതകൾ കൂടി പറയണ്ടേ? വെള്ള, ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലാണ് സാധാരണ ഞങ്ങളെ കാണാറുള്ളത്. ഞങ്ങൾക്ക് നല്ല സുഗന്ധമുണ്ട്. മാല കെട്ടാനും ഓണപ്പൂക്കളം ഒരുക്കാനും ഞങ്ങളെ ഉപയോഗിക്കുന്നു. അടുത്ത പൂവ് ഏതാണ്? കോളാമ്പി. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ എന്നാണ് കവിതയിൽ കോളാമ്പി പൂക്കളെക്കുറിച്ച് കവി പറഞ്ഞിരിക്കുന്നത്. ഇനി കോളാമ്പി പൂക്കളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയണം. പൂന്തോട്ടങ്ങളിലും പാതയോരങ്ങളിലുമൊക്കെ പൊൻചിരി തൂകി നിൽക്കുന്ന ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാ ദിവസവും ഞങ്ങൾ പൂക്കും. ചില്ലകളുടെ അറ്റത്ത് കുലകളായാണ് ഞങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത പൂവ് ഏതാണ്? പനിനീർ മലരുകൾ, റോസപ്പൂവ്. കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. നല്ല സുഗന്ധവും ഭംഗിയുമുണ്ട് ഞങ്ങൾക്ക്. മഞ്ഞ, ചുവപ്പ്, റോസ്, വെള്ള തുടങ്ങി പല നിറങ്ങളിൽ ഞങ്ങളുണ്ട്. പനിനീർ ഉണ്ടാക്കുന്നത് ഞങ്ങളിൽ നിന്നാണ്. അടുത്ത പൂവ് ഏതാണ്? കുരുക്കുത്തി മുല്ല. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ എന്നാണ് കുരുക്കുത്തി മുല്ലപ്പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കുരുക്കുത്തി മുല്ലപ്പൂക്കളുടെ പ്രത്യേകതകൾ കൂടി പറയണം. ഞങ്ങൾ രാത്രിയിൽ വിരിയുന്ന മണമുള്ള പൂക്കളാണ്. ശലഭങ്ങളെ ആകർഷിക്കാനാണ് വെളുത്ത നിറവും നല്ല സുഗന്ധവും ഞങ്ങൾക്കുള്ളത്. കൃഷ്ണകിരീടമാണ് അടുത്ത പൂവ്. കൃഷ്ണകിരീടം എന്ന പൂവിനെക്കുറിച്ച് എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ എന്നാണ്. നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഞങ്ങളെ ഓണപ്പൂക്കളത്തിൽ ഉപയോഗിക്കാറുണ്ട്. കിരീടത്തിൻ്റെ ആകൃതിയിലാണ് ഞങ്ങളുടെ പൂങ്കുല. അതുകൊണ്ടാണ് രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവസാനമായി കവിതയിൽ പറഞ്ഞിട്ടുള്ളത് ഏത് പൂക്കളെക്കുറിച്ചായിരുന്നു മക്കളെ? വാടാമല്ലിപ്പൂക്കളെക്കുറിച്ച്. ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. ഇനി ഈ വാടാമല്ലിപ്പൂക്കളുടെ പ്രത്യേകതകൾ കൂടി പറയണം. പേരുപോലെ തന്നെ വാടാതെ ഏറെക്കാലം നിൽക്കുന്നവരാണ് ഞങ്ങൾ. മാല, ബൊക്കെ, ഓണപ്പൂക്കളം ഇവയൊക്കെ മനോഹരമാക്കാൻ ഞങ്ങളും വേണം. നാലാമത്തെ ആക്ടിവിറ്റി ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. ഒന്ന് ഓർത്ത് നോക്കിയ മക്കളെ, ഏത് പൂവിനെ കുറിച്ചാണ് കവിതയിൽ ആദ്യം പറഞ്ഞിരുന്നത്? മുക്കുറ്റി. മുക്കുറ്റിപ്പൂവിനെ കുറിച്ചാണ് കവിതയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത് മുക്കുറ്റിപ്പൂവിനെ കുറിച്ച്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. ഇനി ഇങ്ങനെ ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്ത് ചൊല്ലി നോക്കണേ. അഞ്ചാമത്തെ പ്രവർത്തനം പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ. പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. നമുക്ക് ഇങ്ങനെ എഴുതാം. പലതരത്തിലുള്ള പൂക്കളെക്കുറിച്ചുള്ള വർണ്ണനകളിലൂടെയാണ് കവിത തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് പൂക്കളുടെ മഹത്വം വാഴ്ത്തി പാടുകയാണ്. എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നത്. ആ മക്കളെക്കുറിച്ചെല്ലാം അമ്മയായ ഭൂമിക്ക് സ്വപ്നങ്ങളുണ്ട്. ചില പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശമുണ്ട്. മറ്റു ചില പൂക്കൾ വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നു. ചില പൂക്കൾ ചൂടിലും വാടാതെ നിൽക്കുന്നു.
ഏതിരുട്ടിലും പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. പൂക്കൾ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് പൂക്കൾ എന്നാണ് കവിതയിൽ പൂക്കളെക്കുറിച്ച് പൊതുവായി കവി പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ ആക്ടിവിറ്റി പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒരു ചർച്ചാ കുറിപ്പാണ് ഈ പ്രവർത്തനത്തിൽ മക്കൾ എഴുതേണ്ടത്. എഴുതി നോക്കാം. നീലവാനം മിഴികളിലുള്ള പൂക്കളുണ്ട്. നിറം, വിശാലത, ഭംഗി എന്നിവയാണല്ലോ നീലവാനത്തിൻ്റെ സവിശേഷതകൾ. എല്ലാം കാണാനും അറിയാനുമുള്ള മനുഷ്യൻ്റെ കൗതുകവും അത് നൽകുന്ന സൗന്ദര്യവുമാണ് നീലവാനം മിഴികളിലുള്ളത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഞ്ഞുതുള്ളികൾ വീണുകിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരിക്കുള്ളത്. സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെക്കുറിച്ചാണ് ഈ സൂചന. ഏത് ചൂടിലും വാടാതെ നിൽക്കുന്ന പൂക്കളുണ്ട്. അതുപോലെ ഏതു പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന മനുഷ്യരുമുണ്ട്. ഇരുട്ടിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൂക്കളെക്കുറിച്ചാണ് അടുത്ത വരിയിൽ കവി പറയുന്നത്. ഏതിരുട്ടിലും മന്ദഹസിപ്പവർ എന്ന്. ഏത് ദുഃഖത്തിനിടയിലും ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴും ചിരിയിലൂടെ അതിനെ മറികടക്കുന്നവരെക്കുറിച്ചാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. പൂക്കളുടെ പ്രത്യേകതകൾ മനുഷ്യരിലും കണ്ടെത്തുകയാണ് കവി ഇവിടെ. ഏഴാമത്തെ പ്രവർത്തനം ഒരു ആസ്വാദന കുറിപ്പാണ്. ആസ്വാദന കുറിപ്പിലേക്ക്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. മനോപടത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കവിതയുടെ പേര് നടുക്കായിട്ട് എഴുതുക. ഇനി വേണ്ടത് കവിയെക്കുറിച്ച് ഒരു വിവരണം വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതണം. പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്തി എഴുതണം. സമാന ആശയമുള്ള മറ്റു കവിതകളിലെ വരികൾ കൂടി കണ്ടെത്തി എഴുതണം. എന്നിട്ട് മനോപടത്തിൻ്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നല്ലൊരു പേരും നൽകുക. ഇത്രയുമാണ് ഈ ഒരു ആക്ടിവിറ്റി. നമുക്ക് എഴുതി തുടങ്ങാം. നടുക്കായിട്ട് കവിതയുടെ പേരെഴുതുക. മണ്ണിൻ്റെ കിനാവുകൾ. നെക്സ്റ്റ് എഴുതേണ്ടത് കവിയെക്കുറിച്ചാണ്. പി മധുസൂദനൻ. തൻ്റെ ചുറ്റുപാടുമുള്ള പുല്ലിലും പൂവിലുമെല്ലാം കവിത കാണുന്ന കവി. കുട്ടികളുടെ ഭാവന ഉണർത്തുന്ന ധാരാളം കവിതകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് പ്രധാന ആശയങ്ങൾ എഴുതി നോക്കാം. എന്തൊക്കെയാണ് പ്രധാന ആശയങ്ങൾ? 2 ആശയങ്ങളാണ് പ്രധാനമായിട്ട് ഈ കവിതയ്ക്കുള്ളത്. ഒന്ന്, മണ്ണിൻ്റെ മക്കളായി പിറക്കുന്ന പൂക്കളുടെ സവിശേഷതകൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ ആശയം എന്താണ്? പൂക്കൾ നൽകുന്ന ചിന്തകൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രേമവും പ്രതീക്ഷയും നൽകുന്നുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണോ അത് എഴുതുക. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 1, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. 2, മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. 3, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. അടുത്തത് സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും എന്നുള്ളിടത്ത് എഴുതേണ്ടത് 1, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചു. 2, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. 3, നീലവാനം മിഴികളിലുള്ളവർ. 4, മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ. ഇനി ലാസ്റ്റായിട്ട് എഴുതേണ്ടത് സമാന ആശയമുള്ള മറ്റു കവിതകളിലെ വരികളാണ്. ഒന്ന് നമുക്ക് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ പൂക്കാലം എന്ന കൃതിയിലെ പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, ആ വരികൾ എഴുതാം. ഇനി എഴുതേണ്ടത് ചങ്ങമ്പുഴയുടെ ഒരു കവിതയാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, രമണൻ എന്ന കൃതിയിലെ കവിതയാണ്. നമ്മൾ പൂർത്തിയാക്കിയ ഈ ഒരു മനോപടത്തിൻ്റെ സഹായത്തോടെ വേണം നമുക്കിനി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. ആസ്വാദനക്കുറിപ്പിന് മക്കൾ ആലോചിച്ച് നല്ലൊരു തലക്കെട്ട് കൂടി നല്ലൊരു പേര് കൂടി കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പൂക്കളാം ജീവിത പ്രതീക്ഷകൾ എന്നാണ്. അതായത് ജീവിതത്തിൻ്റെ പ്രതീക്ഷകളാകുന്ന പൂക്കൾ, ജീവിതത്തിലെ പ്രതീക്ഷകളെ പൂക്കളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു, ഉപമിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി എഴുതി തുടങ്ങാം. പൂക്കളാം ജീവിത പ്രതീക്ഷകൾ.
പ്രകൃതിയെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ള കവിയാണ് പി മധുസൂദനൻ. ഇദ്ദേഹത്തിൻ്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെക്കുറിച്ചാണ് പറയുന്നത്. പ്രകൃതി സ്നേഹിയായ കവി വായനക്കാരിലേക്കും പ്രകൃതി സ്നേഹം പകർന്നു നൽകുന്നു. മണ്ണിൻ്റെ കിനാവുകളാണ് പൂക്കൾ. മുക്കുറ്റി, തുമ്പ, ജമന്തി, കോളാമ്പി, പനിനീർപ്പൂവ്, കുരുക്കുത്തിമുല്ല, കൃഷ്ണകിരീടം, വാടാമല്ലി തുടങ്ങിയ പൂക്കളെക്കുറിച്ചാണ് കവി പറയുന്നത്. ഓരോ പൂവിനെയും പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നുമുണ്ട്. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റി, പൂനിലാവ് നുകർന്ന പൂ തുമ്പ എന്നിങ്ങനെയാണ് വിശേഷണങ്ങൾ. മനോഹരമായാണ് അദ്ദേഹം ഓരോ പൂവിനെയും അവതരിപ്പിക്കുന്നത്. മണ്ണിൻ്റെ മക്കളാണ് പൂക്കൾ. മക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ കവിതയുടെ പേരും അർത്ഥപൂർണമാകുന്നു. ജീവൻ്റെ പ്രേമവും പ്രതീക്ഷയുമാണ് പൂക്കൾ. ആരിലും സന്തോഷവും സ്നേഹവും പ്രതീക്ഷയും ഒക്കെ നിറയ്ക്കാൻ പൂക്കൾക്ക് കഴിയും. ധാരാളം പൂക്കൾ ഭൂമിയുടെ മക്കളായി എല്ലാ ദിവസവും പിറക്കുന്നുണ്ട്. ചില പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ചില പൂക്കൾ വെള്ളത്തുള്ളികൾ കൊണ്ട് മാല അണിഞ്ഞ് കൂടുതൽ ചന്തമുള്ളവരാകുന്നു. ചില പൂക്കൾ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നു. മറ്റു ചിലത് ഏതിരുട്ടിലും പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവരുടെയും ഒക്കെ പ്രതീകമാണ് ഈ കവിതയിലെ പൂക്കൾ. ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് ഓരോ സന്ദേശങ്ങളാണ് നൽകുന്നത്. പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സൂചനയും കവിത നൽകുന്നുണ്ട്. ആശയം, പ്രയോഗഭംഗി, മനോഹരമായ വർണ്ണനകൾ എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് ഈ കവിത. ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതിയിലെ ഓരോ അംശത്തെയും ആദരിക്കാനും സ്നേഹിക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. 8ാമത്തെ പ്രവർത്തനം, ചുമർ പത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ മക്കൾക്ക്? നമുക്കും പൂക്കളാകാം എന്നൊരു പ്രവർത്തനം നമ്മൾ ചെയ്തില്ലേ, 3ാമത്തെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ വിവരങ്ങളെല്ലാം നിങ്ങൾ വരച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ചുമർ പത്രിക തയ്യാറാക്കുക. ഒരു ചാർട്ട് പേപ്പറിൽ ചുമർ പത്രിക തയ്യാറാക്കുക. ഗ്രൂപ്പ് വൈസ് ആണ് ചെയ്യേണ്ടത്. എന്നിട്ടത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഓക്കെ. 9ാമത്തെ പ്രവർത്തനം, മലർമാല കോർക്കാം. പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാ വാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. എന്താണ് ആക്ടിവിറ്റി എന്ന് മനസ്സിലായല്ലോ. പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ നിങ്ങളുടെ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലകളിൽ നിന്നുമൊക്കെ കണ്ടെത്തി ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്സിലും അതേപോലെ തന്നെ വായനാ വാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിലും ഈ കവിതകൾ അവതരിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് നമ്മൾ വായനാ വാരം ആചരിക്കുന്നത്? കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. കേരളത്തിൽ എല്ലാ വർഷവും ജൂൺ 19 മുതൽ 25 വരെയുള്ള ആ ഒരാഴ്ച കാലമാണ് വായനാ വാരം അഥവാ റീഡിംഗ് വീക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് സ്കൂളിലെ പരിപാടികളിൽ നിങ്ങൾ ഈ കവിതകളൊക്കെ, പൂക്കളെക്കുറിച്ചുള്ള കവിതകളൊക്കെ അവതരിപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിരുനെല്ലൂർ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ പൂക്കൾ എന്ന കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം. 1-ാം വരിയിൽ കൊന്നപ്പൂ, 2-ാം വരിയിൽ ചുണ്ടപ്പൂ, 3-ാം വരിയിൽ മുല്ലപ്പൂ, 4-ാം വരിയിൽ പാലപ്പൂ, 5-ലും 6-ലും ആമ്പൽപ്പൂ, 7-ലും 8-ലും എള്ളിൻപൂ, 9-ൽ വെള്ളത്തുമ്പപ്പൂ, 10-ാം വരിയിൽ മത്തപ്പൂ. പൂക്കളെക്കുറിച്ചുള്ള കൂടുതൽ കവിതകൾ മക്കൾ കണ്ടുപിടിക്കണേ. അടുത്ത പേജിലേക്ക് പോകാം. പേജ് നമ്പർ 12. ഒരു തൈ നടാം. ആരുടെ കവിതയാണ് ഒരു തൈ നടാം? സുഗതകുമാരി അമ്മയുടെ കവിതയാണല്ലേ. സുഗതകുമാരി ടീച്ചറെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നോക്കാം. 1934 ജനുവരി 22 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ ജനിച്ചു. മാതാവ് പ്രൊഫസർ കാർത്യായനി അമ്മ, പിതാവ് ബോധേശ്വരൻ, കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ്. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ കവിത എഴുതി തുടങ്ങി.
കുട്ടികൾക്കുള്ള തളിർ മാസികയുടെ പത്രാധിപയായിരുന്നു. അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അഭയ എന്നൊരു കൂടൊരുക്കി. കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ സാമൂഹിക പാരിസ്ഥിതിക പ്രവർത്തകയാണ്. പ്രധാന കൃതികളും അവയ്ക്ക് ലഭിച്ച പുരസ്കാരങ്ങളും കൂടി നോക്കാം. പാതിരാപ്പൂക്കൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, രാത്രിമഴ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, അമ്പലമണി ഓടക്കുഴൽ പുരസ്കാരം, മണലെഴുത്ത് സരസ്വതി സമ്മാൻ. 2020 ഡിസംബർ 23 സുഗതകുമാരി ടീച്ചർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ മക്കളെ, എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? ഒരാളൊരു തൈ നടുകയാണല്ലേ. നാളെ അതൊരു പടുകൂറ്റൻ മരമായി മാറും. കിളികൾക്ക് കൂടുകൂട്ടാൻ തൻ്റെ ചില്ലകളിൽ ഇടം നൽകും. നല്ല മധുരമുള്ള ഫലങ്ങൾ നമുക്ക് തരും. വെയിലിൽ തണലും മഴയിൽ കുടയുമാകും. ആ ഒരു ചിത്രത്തിൻ്റെ അർത്ഥം ഇതൊക്കെയാണ്. കണ്ടില്ലേ മക്കളെ, ധാരാളം പക്ഷികൾ ആ പടുകൂറ്റൻ മരത്തിൻ്റെ ചില്ലകളിൽ കൂടുകൂട്ടിയിട്ടുണ്ട്. ഇതേത് വൃക്ഷമാണ്? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഒരു മാവാണല്ലേ. ധാരാളം മാമ്പഴങ്ങൾ ഉണ്ടായി കിടക്കുന്നു. ഒരാൾ ഒരു മരം നടുന്നത് കൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ അയാൾക്ക് മാത്രമാണോ? അല്ല, ഒരുപാട് തലമുറകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. നമുക്ക് ആദ്യം ഈ കവിതാ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിരന്നു നടുന്നു. സുഗതകുമാരി അമ്മയുടെ ഒരു തൈ നടാം എന്ന കവിതയാണ് നമ്മളിപ്പോൾ ചൊല്ലിയത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ ചോദ്യം തന്നിട്ടുണ്ട്. കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതയിൽ പറയുന്നത്. നാം എന്തിനു വേണ്ടി തൈകൾ നടണമെന്നാണ് കവിതയിൽ വ്യക്തമായി ആദ്യ വരികളിൽ പറയുന്നത്. ഭൂമിയാകുന്ന അമ്മയുടെ നിലനിൽപ്പിനായി നാം തൈകൾ നടണം. വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ലോകമൊരുക്കാൻ വേണ്ടി തൈ നടണം. 100 കണക്കിന് പക്ഷികൾക്ക് കൂടുകൂട്ടാനും ജീവിക്കാനും മരങ്ങൾ വേണം. അതിനായി തൈ നടണം. വരാനിരിക്കുന്ന നല്ലൊരു നാളേക്ക് മരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ മരങ്ങൾ നൽകുന്ന ഗുണങ്ങളും നിരവധിയാണ്. നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ശുദ്ധവായു ലഭിക്കാനും നമ്മൾ മരങ്ങൾ നടണം. പ്രകൃതിയിൽ മഴ ലഭിക്കുന്നതിനായി നാം പ്രാർത്ഥനയോടെ മരങ്ങൾ നടണം. ഭൂമിക്ക് സൗന്ദര്യത്തിനും വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ തണലിനും മരങ്ങൾ വേണം. മധുരമുള്ള പഴങ്ങൾ ലഭിക്കാനും മരങ്ങൾ നടണം. ഇങ്ങനെ പ്രകൃതിയുടെയും മനുഷ്യരുടെയും നിലനിൽപ്പിനായി നാം ഒത്തൊരുമിച്ച് ധാരാളം തൈകൾ നടണമെന്ന സന്ദേശമാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ ഈ കവിത നൽകുന്നത്. പുല്ലിലും പൂവിലുമൊക്കെ കവിത കാണുന്ന കവി പി. മധുസൂദനൻ. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഒരു കവിതയാണ് നമ്മളിന്ന് പഠിച്ചത്, മണ്ണിൻ്റെ കിനാവുകൾ. ഇരുട്ടിൽ ചിരിക്കാനും ചൂടിൽ വാടിക്കരിഞ്ഞു പോകാതെ കരുത്ത് കാട്ടി പ്രതിസന്ധികളെ അതിജീവിക്കാനുമുള്ള മാതൃക സൃഷ്ടിക്കുന്നവരാണ് പൂക്കളെന്ന് നമ്മളോട് പറയാതെ പറഞ്ഞ കവിത. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള കരുത്തും ഊർജവും നമുക്ക് പകർന്നു നൽകുന്നവരാണ് പൂക്കൾ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കും പൂക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. അപ്പോഴൊക്കെ തകർന്നു പോകാതെ, തോറ്റുപോകാതെ, കരുത്തോടെ, ഊർജത്തോടെ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണമെന്ന പാഠം.